എല്ലാവർക്കും അറിയേണ്ടത് കൃഷി വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കൃഷി വിശേഷം എന്ന് പറയാൻ ഇപ്പോൾ വളരെ മോശമാണ്. കാരണം കുറച്ചായിട്ട് മഴയൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ടെല്ലാം കായകളൊക്കെ കുറവാണ്. അത് മാത്രമല്ല, കുറേ വിത്തൊക്കെ മുളപ്പിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഉണ്ടായിരുന്നതൊക്കെ കുറേയൊക്കെ പോയി. പിന്നെ ഇത് അമരയാണ് കേട്ടോ. അമര ഇപ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3-4 ദിവസമൊക്കെ പൊട്ടിച്ചാലേ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുള്ളൂ. പിന്നെ ചീര പറമ്പിൽ എവിടെന്നെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് അത് പറിച്ചു കൊണ്ട് വന്ന് ഒരു സ്ഥലത്ത് നടുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പണി കേട്ടോ. കാരണം ഞാൻ ചീര വിത്ത് ഇവിടെ പാവാറില്ല, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ മുളച്ച് നിൽക്കും. അപ്പോൾ അതെടുത്തിട്ട് ഒരു സ്ഥലത്ത് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നെ തക്കാളിയൊക്കെ വലിയ ഉഷാറൊന്നുമില്ല, മഴയൊക്കെ ആയിരുന്നുകൊണ്ട്. ഇനിയിപ്പോൾ 2 ദിവസമായിട്ട് വെയിലൊക്കെ ഉണ്ട്, ഇനിയൊക്കെ നന്നാകുമായിരിക്കും. പിന്നെ കുറേ കീടങ്ങൾ വന്ന് കുറേ സംഭവങ്ങളൊക്കെ നാശമായി പോയി, മഴ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഈ കാണുന്ന തൈകളൊക്കെ ഇനി വെയിൽ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് എടുത്ത് വെക്കാനുള്ളതാണ്. ഇപ്പോൾ മഴ ആയിരുന്ന കാരണം ഇവിടെ തന്നെ നട്ട് വെച്ചതാണ്. ഇനിയൊക്കെ മാറ്റി കൊടുക്കണം. പിന്നെ മുളക് തൈയൊക്കെ ആകുമ്പോൾ കൂടുതൽ വെള്ളമായിട്ടുണ്ടെച്ചെങ്കിൽ അത് മുരടിച്ച് പോകും. കുറച്ച് വെള്ളം മാത്രമേ അതിന് പറ്റുള്ളൂ. പിന്നെ വഴുതനങ്ങ തൈയൊക്കെ ഗ്രോ ബാഗ് തന്നെ വേറെ ബാഗിൽ മണ്ണും കുറച്ച് വളമൊക്കെ കൂടി നിറച്ച് അതിലേക്ക് പറിച്ച് നട്ടപ്പോൾ നല്ല ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. വെണ്ടയ്ക്കാണെങ്കിൽ ഇതാ ആകെ മോശമായിട്ടിരിക്കുകയാണ്. ഭയങ്കര ഗമയിൽ വന്നതായിരുന്നു വലുതായിട്ട്. ഒരു വെണ്ട ഉണ്ടായുള്ളൂ, പക്ഷെ അല്ല, ഒരു വെണ്ടമരം ഉണ്ടായുള്ളെങ്കിലും കുറേ വെണ്ടയ്ക്ക് അതിൽ നിന്ന് കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ ആകെ ശോചനീയമായ അവസ്ഥയാണ്. പിന്നെ പറമ്പിലാണെങ്കിൽ ഒന്ന് മഴ പെയ്യുമ്പോഴത്തേക്ക് നിറച്ച് പുല്ലാണ്. ഞാൻ ആലോചിക്കുന്നൊരു കാര്യം, പച്ചക്കറി ചെടിയിലും അതേപോലെ പൂച്ചെടിയിലൊക്കെ വരുന്ന കീടങ്ങൾ എന്തുകൊണ്ട് പുല്ലിൽ വരുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഭയങ്കര ഉഷാറിലാണ് ഈ പുല്ലങ്ങോട്ട് വളർന്നു വരുന്നത്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ പുല്ല് പറിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പുറത്തെ ആളുമായിട്ടുള്ള സംസാരം, അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പണി കഴിയാൻ കുറച്ച് വഴുകൂട്ടാ. ഇരുട്ടാവുന്നത് വരെ പറമ്പിൽ തന്നെ ആയിരിക്കും. അതിൽ കുറച്ച് പുല്ലൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് വീണ്ടും വരും, എന്നിട്ട് വേണം ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി നടാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കൃഷി വിശേഷങ്ങൾ. ഇനി വെയിലായി കഴിഞ്ഞാലേ ഒക്കെ ഒന്ന് ഉഷാറാവുകയുള്ളൂ.